ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. കൊച്ചി ടണലിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. ഫ്രഞ്ച് വിയറ്റ്നാം വാറിൻ്റെ അവശേഷിപ്പുകൾ കാണാനായി ഞങ്ങൾ കാട്ടിനകത്തേക്ക് നടന്നു. ടൂറിസ്റ്റുകൾക്ക് വഴിതെറ്റാതിരിക്കാനായി ഇവിടെ പല ഭാഗങ്ങളിലായി പട്ടാളക്കാർ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെ കണ്ടയുടൻ ഒരു പട്ടാളക്കാരൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ടൂറിസ്റ്റുകൾ എപ്പോഴും ലോക്കൽ ഗൈഡിൻ്റെ കൂടെയോ മിലിറ്ററിക്കാരുടെ കൂടെയോ കൊച്ചി ടണൽ കാണുന്നതാണ് ഉത്തമമെന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു തന്നു. കാരണം ഇത്രയും വലിയ ഫോറസ്റ്റിനകത്ത് പണ്ട് വിയറ്റ്നാമീസുകാർ ഉണ്ടാക്കിയ ട്രാപ്പുകളൊക്കെ കണ്ടുപിടിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ കാണുന്നത് യുദ്ധകാലത്ത് വിയറ്റ്നാമിലെ വിയറ്റ്കോങ് എന്നറിയപ്പെടുന്ന ജനങ്ങളുണ്ടാക്കിയ ഒരു ട്രാപ്പാണ്. ഈ ട്രാപ്പിനകത്ത് കൂർത്ത മുനയുള്ള മുളകളാണ് കാണുന്നത്. അമേരിക്കൻ പട്ടാളക്കാരെ ഈ ട്രാപ്പിൽ വീഴ്ത്തിയിട്ട് അവരെ അതിൽ വച്ച് ഉപദ്രവിക്കുകയാണ് വിയറ്റ്നാമീസുകാർ ചെയ്തത്. ട്രാപ്പിനകത്തെ കൂർത്ത മുനകളിൽ വിഷാംശങ്ങൾ തേച്ചു വയ്ക്കുന്നത് പതിവായിരുന്നു. ഇങ്ങനെയുള്ള കുറേയേറെ ട്രാപ്പുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. പട്ടാളക്കാരൻ അതിവേഗം ഒരു കൂട്ടം ടൂറിസ്റ്റുകളെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനിയുള്ള ഞങ്ങളുടെ യാത്ര ആ ടൂറിസ്റ്റുകളുടെ കൂടെയാണ്. ഈ വഴിയിലൂടെ പോകുമ്പോൾ വഴിയുടെ സൈഡിലായി നമുക്ക് ചിതൽപുറ്റ് പോലുള്ള ചില രൂപങ്ങൾ കാണാം. ഇത് ചിതൽപുറ്റുകളല്ല, ടണലിൽ നിന്നും മുകളിലേക്ക് എയർ വെന്റിലേഷൻ കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ ചെറു ഹോളുകളാണ്. ഈ ഹോളുകൾ അമേരിക്കൻ പട്ടാളക്കാരിൽ നിന്നും ഒളിപ്പിച്ചു വയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു തരം ചിതൽപുറ്റുകളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ കാണുന്നത് കൊച്ചി ടണലിൻ്റെ അകത്തേക്കുള്ള ഒരു വഴിയാണ്. ഇത് ചെറിയൊരു ദ്വാരം മാത്രമാണുള്ളത്. കാരണം മറ്റൊന്നുമല്ല, വിയറ്റ്നാമിലെ ജനങ്ങൾ ചെറിയ മനുഷ്യരാണ്. അവർക്ക് ഇത്തരം ഹോളുകൾ തന്നെ ധാരാളമാണ്. അങ്ങനെ ഇവിടെ നിന്നും ഞങ്ങൾ വേഗത്തിൽ നടന്ന് ഒരു ടൂറിസ്റ്റ് ഗ്രൂപ്പിൻ്റെ കൂടെ കൂടി. ടൂറിസ്റ്റ് ഗ്രൂപ്പിൻ്റെ കൂടെ എപ്പോഴും ഒരു പട്ടാളക്കാരനുണ്ടാവും. ആ പട്ടാളക്കാരൻ ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കും. പ്രൈവറ്റ് ഗൈഡുകളില്ലാതെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇതാണ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ കാണുന്നത് വിയറ്റ്നാമിലെ ആർമിയും വിയറ്റ്നാമിലെ വിയറ്റ്കോങ് എന്നറിയപ്പെടുന്ന ലോക്കൽ ഫൈറ്റേഴ്സുമാണ്. ഇവിടെ കാണുന്ന ഈ പ്രതിമകൾക്ക് ഒറിജിനൽ വിയറ്റ്നാം പട്ടാളക്കാരുമായി നല്ല സാമ്യമാണുള്ളത്. ഇവരിൽ തന്നെ ലെഫ്റ്റ് ഭാഗത്തുള്ള പച്ച ഡ്രസ്സ് ധരിച്ചത് വിയറ്റ്നാം ആർമിയും റൈറ്റ് സൈഡുള്ള ബ്ലാക്ക് ഡ്രസ്സ് ധരിച്ചത് വിൻകോങ്ങിൻ്റെ ആൾക്കാരുമാണ്. വിൻകോങ്ങിൻ്റെ ആൾക്കാരെന്നാൽ ലോക്കൽ ജനങ്ങളാണ്. അവരെ ലോക്കൽ ഫൈറ്റേഴ്സ് എന്നും പറയപ്പെടുന്നു. Farmer, you know Gucci farmer, they wear the black color. Yeah, same color, same uniform. The reason why when US soldier came to the Gucci village, they cannot tell where local fighter wear black because the green color the same natural color. And they wear the rubber sandal, you see, rubber sandal made by the car tire. And they wear a raincoat. We collect from the parachute US soldier on the battlefield. We can cover when the rainy season. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ വിയറ്റ്കോങ്ങിൻ്റെ കൂടെ ഒരു ഫോട്ടോയും എടുക്കാവുന്നതാണ്. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അടുത്തതായി കാണാൻ പോകുന്നത് ഒരു വലിയ ചിതൽപുറ്റാണ്. ഒറ്റനോട്ടത്തിൽ കാണുന്നവർക്കാർക്കും ഇത് ചിതൽപുറ്റല്ല എന്ന് തോന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ചിതൽപുറ്റല്ല. ചിതൽപുറ്റിൻ്റെ ആകൃതിയിൽ വിയറ്റ്നാമിലെ വിയറ്റ്കോങ് എന്ന ജനങ്ങൾ ടണലിലേക്ക് വായു കടക്കാനാക്കിയ ഒരു രൂപമാണ്. ഒറ്റനോട്ടത്തിൽ ചിതൽപുറ്റിനോട് സമാനമായ രൂപമായതിനാൽ പണ്ട് യുദ്ധകാലത്ത് അമേരിക്കൻ സൈനികർക്ക് ടണലിലേക്കുള്ള എയർ സർക്കുലേഷനാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഈ മൺകൂനയുടെ മുകളിൽ കാണുന്ന ഹോൾസുകളൊക്കെ ടണലിലേക്ക് ഓക്സിജൻ കടക്കാനുള്ളതാണ്. ഇതുപോലുള്ള 1, 2, 3 ഹോൾസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒറ്റനോട്ടത്തിൽ ഈ ഹോൾസുകൾ പാമ്പുകൾ കൂടാനുള്ള മാളമാണെന്ന് മാത്രമേ നമുക്ക് തോന്നൂ. അങ്ങനെ ഗൈഡിൻ്റെ വിവരണവും കേട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. നമ്മുടെ കൂടെയുള്ള ടൂറിസ്റ്റ് ഗ്രൂപ്പിൽ പല രാജ്യത്തു നിന്നുള്ളവരുമുണ്ട്. ഈ ടൂറിസ്റ്റുകളിൽ 10 പേരും ജപ്പാനിൽ നിന്നും ജർമ്മനിയിൽ നിന്നുമുള്ള സ്റ്റുഡൻസുകളാണ്. അവർ വെക്കേഷൻ ടൈം ചെലവഴിക്കാനായി വിയറ്റ്നാമിലേക്ക് വന്നതാണ്. വിയറ്റ്നാമിലെ യുദ്ധകാലത്തെ ചരിത്രപ്രധാനമായ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ടൂറിസ്റ്റ് ഏരിയയാണ് കൊച്ചി ടണൽ.
ചിതൽപുറ്റിൻ്റെ ആകൃതിയിലുള്ള എയർ വെന്റിലേഷൻ ഇതുപോലെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാവുന്നതാണ്. ഓരോ 20 മീറ്റർ കൂടുമ്പോഴും ഇതുപോലുള്ള മൺതിട്ടകളിൽ എയർ ഹോളുകൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. This is another air ventilation. Look, yeah, you see. Another air ventilation. And you behind you, look on left hand side. Over there, this is a real warm termite. Yeah, real warm termite, same. This is what the local people they can. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് യുദ്ധസമയത്ത് അമേരിക്ക ഉപയോഗിച്ചു പോയ ഒരു ടാങ്കറാണ്. ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത് 23 ടണ്ണാണ്. ഭാരം കൂടിയ വസ്തുക്കളായാലും ബോംബുകളായാലും തോക്കുകളായാലും കൊച്ചി ടണലിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാനായി അമേരിക്ക ആശ്രയിച്ചത് ഈ ടാങ്കറിനെയാണ്. യുദ്ധത്തിനു ശേഷം അമേരിക്ക ഉപേക്ഷിച്ചു പോയ ഈ ടാങ്കർ ഇന്നും അതിൻ്റെ ഒരു അവശേഷിപ്പായി വിയറ്റ്നാമിൽ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. You see what happened? Yeah, the tank so thick. When I shock direction, the bullet come out. Here. That is the one on the tank. You see a lot of the bullet hole on the tank. And the one tank, 4 person. One person stand on the top, they use the machine gun. And 2 person they use the cannon. 1 person driver. Yeah, you can come close, have look if you want, you can take picture. Yeah. Look around, have look the tank, please. അടുത്തതായി ഞങ്ങൾ പോകുന്നത് യുദ്ധകാലത്ത് വിയറ്റ്കോങ്ങുകൾ അമേരിക്കക്കെതിരായി ഉപയോഗിച്ച പലതരം ട്രാപ്പുകളെക്കുറിച്ച് മനസ്സിലാക്കാനാണ്. ഇവിടെ കുറേ തരം ട്രാപ്പുകൾ നമുക്ക് കാണാം. ഓരോ ട്രാപ്പും അമേരിക്കൻ പട്ടാളക്കാരെ പെടുത്താനുള്ളതാണ്. അവർ അകപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ഉപദ്രവിക്കുന്ന രീതികളാണ് ഓരോ ട്രാപ്പിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. Okay, now, so ladies and gentlemen, we came over here. We have look. This is the trap gallery. You can see this is the collection traps. The first trap we see the made by the bamboo. The trap made by the bamboo, and here the trap not made by the bamboo, made by the America bomb shrapnel. Yeah, 500,000 tons bomb years old. Your trap on the Cookie plane and not some loss of the bomb shrapnel. Local people they collect, we recycle. We made a loss of the metal spike. After that they made a loss of the trap like this. You see there made. There are 4 metal spikes. 1, 2, 3, 4 metal spikes. We set up inside. On the top, the well camouflage. When someone step on, what happened? You can look down. Look. 1, 2, 3. Wow. You see the 4 metal spikes come out, hit for direction, the knees, the legs. Yeah, get stuck here. All right. Perfect. And the next trap. This is the clip with armpit trap. We set up like this. When someone step on. Yeah, you know when someone fall down inside the hole. ഇങ്ങനെ യുദ്ധകാലത്ത് വിയറ്റ്കോങ്ങുകൾ ഉപയോഗിച്ച പലതരം ട്രാപ്പുകളെക്കുറിച്ച് ഈ പട്ടാളക്കാരൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് യുദ്ധകാലത്ത് വിയറ്റ്നാമിലെ ജനങ്ങൾക്ക് അത്ര അത്യാധുനിക രീതിയിലുള്ള ഇക്വിപ്മെൻറ്റുകളൊന്നും ലഭ്യമായിരുന്നില്ല. ചുറ്റുപാടും ലഭ്യമാകുന്ന വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ ആയുധമാണ് വിയറ്റ്കോങ് ജനത അമേരിക്കയെ തുരത്താനായി ഉപയോഗിച്ചത്. വിയറ്റ്കോങ്ങുകളെ ഉപദ്രവിക്കാൻ വരുന്ന അമേരിക്കൻ പട്ടാളക്കാർ ഈ ട്രാപ്പിൽ അകപ്പെട്ടാൽ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയും ഇല്ല. അങ്ങനെയാണ് ഈ ട്രാപ്പുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ബോഡി വെയ്റ്റ് കൂടുതലുള്ളവർക്കുള്ള ട്രാപ്പുകളും ബോഡി വെയ്റ്റ് കുറവുള്ളവർക്കുള്ള ട്രാപ്പുകളും ഉണ്ട്. പട്ടാളക്കാർ ഈ ട്രാപ്പിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഈ ട്രാപ്പിൽ ഘടിപ്പിച്ചിട്ടുള്ള കമ്പികളൊക്കെ അവരുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറും. ഇതുപോലുള്ള ട്രാപ്പുകളൊക്കെ ഉപയോഗിച്ചാണ് വിയറ്റ്കോങ് ജനങ്ങൾ അമേരിക്കൻ പട്ടാളക്കാരെ തുരത്തിയോടിച്ചത്. അതുകൂടാതെ കമ്പികൾ കൊണ്ടുള്ള ചെറിയ ചെറിയ ആയുധങ്ങളും നമുക്കിവിടെ കാണാം. ഈ കാണുന്നത് ഒരു തരം ഡോറാണ്. പെട്ടെന്ന് അമേരിക്കൻ പട്ടാളക്കാർ വന്ന് ഈ ഡോറിൻ്റെ മുകൾ ഭാഗത്തേക്ക് കൈപിടിച്ചാൽ താഴെ ഭാഗത്തുള്ള പകുതി ഭാഗം പട്ടാളക്കാരൻ്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കൊച്ചി ടണലിലെ ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ.